ചെറുപുഴ ഭൂതാനം കോളനിയിലെ നാരായണി എന്ന സ്ത്രീയെ മകൻ കൊലപ്പെടുത്താൻ ശ്രമിച്ച ഒരു കേസെടുത്തു. അതിലെ സംഭവം ഉണ്ടാവുന്നത്, അമ്മ ക്യാൻസർ പേഷ്യൻ്റാണ്. ഒരു അമ്മ വയ്യാതെയാകുമ്പോൾ മക്കൾക്ക് ഭാരമാവുന്നു എന്ന രീതിയിലേക്കുള്ളൊരു കേസാണ് ഇതിൽ കാണുന്നത്. അവന് ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല, രാത്രിയാകുമ്പോൾ അമ്മയുടെ ശബ്ദങ്ങളുണ്ടാവുന്നു, ഉറക്കം ഡിസ്റ്റർബ് ആവുന്നു എന്നൊക്കെ പറഞ്ഞ് അവൻ അമ്മയോട് കലിപ്പുണ്ടായിട്ട് അമ്മയെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. കഴുത്തിൽ കൈകൊണ്ട് ഞെരിക്കുകയും തലയണ കൊണ്ട് മുഖത്തമർത്തുകയൊക്കെ ചെയ്ത് അമ്മ ബോധം കിട്ട് വീണപ്പോൾ പിന്നെ അമ്മ മരണപ്പെട്ടു എന്ന് വിചാരിച്ച് അമ്മയെ എടുത്ത് കിടത്തി വീട്ടിൽ പോയ ഭാര്യയെ വിളിച്ചു വരുത്തി. അമ്മ ബാത്റൂമിൽ വീണു മരണപ്പെട്ടു എന്ന രീതിയിൽ വിളിച്ചു വരുത്തി. ഭാര്യ വന്ന് നോക്കുമ്പോൾ ബോധമുള്ളതായിട്ട്, മരണപ്പെട്ടില്ല എന്നും ജീവനുള്ളതായിട്ട് ബോധ്യപ്പെട്ടു. തൊട്ടടുത്ത ആളുകളെ വിളിച്ചു വരുത്തി. അങ്ങനെ മുഖത്ത് വെള്ളമൊക്കെ തെളിയിച്ച് ഇവരെ ബോധം തെളിയിച്ചു വന്നപ്പോൾ അവർ ചെറിയ ഗുരുവരെ മകൻ ഉപദ്രവിച്ചാണെന്ന് പറയുകയുണ്ടായി. അവർ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നമുക്ക് പോലീസ് വിവരം കിട്ടുന്നത് ആശുപത്രിയിൽ നിന്ന് ഒരു ഇൻറ്റിമേഷൻ വന്നതാണ്, അമ്മയെ മകനെ ഉപദ്രവിച്ചു എന്ന രീതിയിൽ മാത്രം. നമ്മൾ കൂടുതലായി വിശദമായ അന്വേഷണം നടത്തിയപ്പോൾ അത് ഉപദ്രവമല്ല, ഒരു വധശ്രമമാണ് എന്ന് ബോധ്യപ്പെട്ടു. കൃത്യമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അമ്മയും കൊണ്ടുപോയ മകളും കുടുംബക്കാരും പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ ആ പ്രതിയെ കസ്റ്റഡി എടുക്കുകയും അവനെ ചോദ്യം ചെയ്ത് ആദ്യം നിശ്ചയിച്ചതും പിന്നെ കാര്യങ്ങൾ അവൻ സമ്മതിക്കുകയാണ് ഉണ്ടായത്. ഇതൊരു വളരെ ദാരുണമായൊരു സംഭവമാണ്. കാരണം അമ്മയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടി എന്നുള്ളത് വലിയൊരു കാര്യം. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, എത്രയോ ദിവസങ്ങൾ അമ്മമാർ ഉറക്കം ഒഴിച്ചിട്ടാണ് കഷ്ടപ്പെട്ടിട്ട് മക്കളെ വളർത്തിയിരിക്കുന്നത്. മക്കൾക്ക് അമ്മമാർ ഭാരമാകുന്ന രീതിയിലേക്കാവുന്നു, അവർക്ക് ഉറക്കം പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ അമ്മയെ കൊല്ലാൻ പോലും മടിക്കാത്ത ഒരു വലിയൊരു ഭീകരമായ അവസ്ഥ നമുക്കുണ്ട് എന്നതിന് തെളിവ് കൂടിയാണ്. ഇതിനു മുമ്പും പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുകയുണ്ടായി. ലഹരിക്ക് അടിമപ്പെട്ട മക്കൾ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നതൊക്കെ നമ്മൾ കാണുകയുണ്ടായി. ഇതിൽ നമുക്ക് വലിയ സന്ദേശം സമൂഹത്തിന് കൊടുക്കാൻ വേണ്ടി കർശനമായ നടപടി ഇതിലുണ്ടാവും. അതുകൊണ്ട് 307 കേസെടുത്ത് നടപടിയെടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഇത്തരം ആളുകൾക്കെതിരെ കർശനമായ നടപടി എടുക്കുന്ന സംഭവത്തിൻ്റെ ഒരു ആവശ്യമാണ്. പോലീസ് വളരെ ആക്റ്റീവായിട്ട് ചെറുപുഴ CI ദിനേശിന്റെ നേതൃത്വത്തിലുള്ള ടീം നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ വളരെ നല്ല രീതിയിലുള്ള ആക്ഷൻ ആയിട്ട് മുന്നോട്ട് പോകും.